Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. Good evening, Miss. Good evening. Okay, we can start. Anybody ready to do prayer? Please. Okay, we will start with a silent prayer. Okay. സോ നമ്മളിപ്പോ അപ്പാരറ്റസ് റെക്കോർഡില് ടച്ച് ബോർഡ്സ് എഴുതി കഴിഞ്ഞു അല്ലേ? ടാബ്ലറ്റ്സ്. നെക്സ്റ്റ് വൺ thermic tablets. ഓക്കെ, thermic tablets നിങ്ങൾ എഴുതിയോ? ഇല്ല, മാം. അത് എഴുതിക്കോളൂ. കാണാലോ, അത് കംപ്ലീറ്റ് കാണാലോ. Yes, ma'am. മാം ഇത് അടുത്ത പേജിലാണോ? മ്യൂട്ടാണ് മാം. മാം മ്യൂട്ടാണ്, കേൾക്കാൻ പറ്റുന്നില്ല. സോറി. വാരിക് ടാബ്ലറ്റ്സിന്റെ അതേ പേജിൽ തന്നെയാണ് ഞാൻ thermic ടാബ്ലറ്റ്സും എഴുതിയിരിക്കുന്നത്. പിന്നെ അതിന്റെ പിക്ചറും ചെറുതാണ്. സോ രണ്ടും
ഒന്നിൽ തന്നെയാണ്. ബാരിക് ടാബ്ലറ്റ്സ് മുകളിൽ, താഴെയാണ് തേർമിക് ടാബ്ലറ്റ്സ്. ക്ലിയർ അല്ല? ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം നൂഷ്. ഞാൻ നമ്മളുടെ PDF കൂടെ ഒന്ന് നോക്കിയിട്ട് അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സോ എഴുതി, ഞാൻ അപ്പോഴേക്കും ചെക്ക് ചെയ്യട്ടെ. മാം, ഹലോ മാം. തേർഡ് ലൈനില് ലാസ്റ്റ് വരിയില് എന്നല്ലേ പിന്നെ ദാന്നാണോ മാം ഇതിൽ എഴുതിക്കണത്? ദേവില്ലെന്നല്ലേ വരെ? യെസ്, spelling mistake ഉണ്ടാവും. 3 different kinds of wood, since difference in texture are there, they will. Yes, correct. They will.
ഓക്കെ, കഴിഞ്ഞോ? രണ്ട് ലൈനും ഓക്കെ. ഓക്കെ, തെർമിക് ടാബ്ലറ്റ്സിന്റെ പിക്ചർ ഇതാണ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന ദേ ആർ അവൈലബിൾ ഇൻ 2 സെറ്റ്സ് ഓഫ് ടാബ്ലറ്റ്സ്. ഒരേപോലെ 2 സെറ്റ്സ് ഉണ്ട്. 6 ടാബ്ലറ്റ്സ്. നിങ്ങൾക്ക് നമ്മളുടെ നോട്ട്സിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇൻ എഫക്ട് സെയിം തന്നെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 8 ടാബ്ലറ്റ്സ് വെച്ചാല് ഞാൻ പഠിച്ച വർഷം പിന്നെ കൂടി വരുമ്പോൾ ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാകാം. 8 ടാബ്ലറ്റ്സ് ഓഫ് ദ സെയിം സൈസ് അമൗണ്ടിങ് ടു 4 pairs ബട്ട് ഡിഫറിങ് ഇൻ ടെമ്പറേച്ചർ. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് മാർബിൾ, കാർഡ്ബോർഡ്, ലെതർ, മെറ്റൽ, വുഡ് ഫെൽറ്റ് ആൻഡ് കോർക്ക്. വുഡ് ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മള് ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വീട്ടിലുകളിൽ ഉണ്ടാക്കില്ലേ, ലൂവേഴ്സ് പോലെ ഇങ്ങനെ അതിന് പറയാം. അത് എന്റെ വീട്ടിലത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഇപ്പോഴാ വായിച്ചത്. ഞാൻ ഒരു പീസ് ഞാൻ എടുത്ത് വെച്ചേനെ. മൊബൈലിൽ കാണിച്ചു കേട്ടോ, നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പ്ലാങ്ക് പോലെ ഇരിക്കുന്നതാണ്. വീടുകളിലും പലയിടത്തും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുമോ? കിട്ടാണേ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല വുഡൻ ലുക്ക് ആയിരിക്കും. ബട്ട് കോസ്റ്റ് കുറവാണ് അതിന്. ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വുഡ് ഫെൽറ്റ്, അതൊക്കെയാണ് നമ്മളുടെ PDF ഉള്ളത്. ഈ ജിപ്സം വർക്കിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? ജിപ്സം വർക്കിൽ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വോൾ പാനൽസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. ജിപ്സം വർക്ക് വേറെ അല്ലേ? വുഡാണോ യൂസ് ചെയ്യുന്നത്? വുഡല്ല, നമ്മളെ ഈ വാളിലൊക്കെ ചെയ്യില്ലേ, ലൂവേഴ്സ് എന്ന് പറയും. ഞാനിവിടെ വീട്ടില് ചെയ്തിട്ടുണ്ട് കുറച്ച് പോർഷൻസ് ഒക്കെ, ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. മൾട്ടിവുഡ് ആവും മാം. മൾട്ടിവുഡ് മൾട്ടിവുഡ് അല്ല, ഇത് പല വുഡിൽ അവൈലബിൾ ആണ്. ലോ കോസ്റ്റ് വുഡൻ പാനൽ തുടങ്ങി നല്ല കോസ്റ്റ് ഉള്ള പാനൽ വരെ ഉണ്ട്. വെനീർ ഒക്കെ ഈ വുഡ് ഫെൽറ്റിൽ പെടും. വെനീർ പാനൽസ് ഒക്കെ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടോ? വോളുകളില്, വീടുകളുടെ ഒക്കെ വോളുകളില് ചെറിയ ചെറിയ ഗ്രൂസ് ഉണ്ടാവും. ഇതിങ്ങനെ ഒട്ടിക്കുക ചെയ്യുന്നത് ഭിത്തിയില്. കനം കുറവാണ്. ഇന്റീരിയേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഇന്റീരിയേഴ്സിലാണ് ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ നിങ്ങളുടെ അതൊന്ന് ഷെയർ ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ PDF ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. PDF കാണാം തെർമിക് ടാബ്ലറ്റ്സ്. ഇതിൽ 8 ടാബ്ലറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ റെക്കോർഡിൽ എഴുതിയിരിക്കുന്നത് 2 sets of 6 ടാബ്ലറ്റ്സ്. അത് ഏതൊക്കെയാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗ്രാനൈറ്റ്, ഗ്ലാസ്, സ്റ്റീൽ. ഇതിൽ ഓരോന്നിലും തൊടുമ്പോൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വുഡ്. അങ്ങനെ 6 എണ്ണത്തിന്റെ സെറ്റുകളാണ്. അങ്ങനെ 2 സെറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ റെക്കോർഡിൽ എഴുതിയത് വായിക്കാം.
ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ 6ഉം ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. ഈവൻ ലാസ്റ്റ് 3 വുഡ് തന്നെയാണെങ്കിലും പല ടൈപ്പ് വുഡൻ മെറ്റീരിയൽസ് ആണ്. ഇത് റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ഇതിന്റെ ഷേപ്പ് റെക്ടാങ്കുലർ ആണ്. എല്ലാം സിമിലർ ആണ്. കാഴ്ചയ്ക്ക് എല്ലാം സിമിലർ തന്നെയാണ്. വെയിറ്റും ടെക്സ്ചറും ഡിഫറെന്റ് ആയിരിക്കും. ഗ്ലാസിന്റെ വെയിറ്റ് ആയിരിക്കണം എന്നില്ല, സ്റ്റീലിനുള്ളത് വുഡിനുള്ളത് അങ്ങനെ ഡിഫറെന്റ് വെയിറ്റ് ആയിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരുടെ സെൻസ് തൊടുമ്പോ പലതിനും പല ഒരു ടെമ്പറേച്ചർ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. തെർമിക് സെൻസ്, അതുപോലെ തന്നെ വെയിറ്റിന്റെ പാരിക് സെൻസ്, ടച്ച് ചെയ്യുമ്പോഴുള്ള ഫീല്, ടാക്ടൈൽ സെൻസ്, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യും. ടെമ്പറേച്ചർ വേരിയേഷൻസ് മനസ്സിലാവും. ഓരോ മെറ്റീരിയലിന്റെയും ടെമ്പറേച്ചർ ഓരോന്നാണെന്ന് മനസ്സിലാകും. തമ്മിൽ കണക്ട് ചെയ്തിട്ട് റിയൽ ലൈഫും സറൗണ്ടിങ്സുമായിട്ട് ഇവര് കമ്പയർ ചെയ്യും, കണക്ട് ചെയ്യും. പിന്നെ ടെമ്പറേച്ചറിനനുസരിച്ചോ അല്ലെങ്കിൽ വെയിറ്റിനനുസരിച്ചോ ഇവര് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കും. അത് അങ്ങനെയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യും. അപ്പോൾ അവരുടെ ഒബ്സർവേഷൻ ഇംപ്രൂവ് ചെയ്യും. ഈ നമ്മളുടെ ഇതിനകത്ത് 8 ടാബ്ലറ്റ്സ് ഓഫ് ദ സെയിം സൈസ്. ഇത് മേ ബി ഇത്രയും വർഷം മുമ്പുള്ളതാണ്. അപ്പോ ഇത് യൂസ് ചെയ്യുന്നതിൽ ചിലപ്പോ കൂടുതൽ ഇപ്പം നിങ്ങളിപ്പം ക്ലാസ്സുകളിൽ നിങ്ങളുടെ ഒരു 6 ടാബ്ലറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഡിഫറെന്റ് മെറ്റീരിയൽസ്. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൂടെ കിട്ടുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊണ്ടുപോകല്ലോ. സോ അതുപോലെ 8 ടാബ്ലറ്റ്സ് ഓഫ് ദ സെയിം സൈസ് അമൗണ്ടിങ് ടു 4 പെയർസ്. ഇവിടെ 4 പെയർസ് ആയിട്ടാണുള്ളത്. നമുക്കിവിടെ 2 സെറ്റ്സ് ആയിരുന്നപ്പോൾ ഇവിടെ 4 ആണ് ഉള്ളത്. ബട്ട് ഡിഫറിങ് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് അതായത് മെറ്റീരിയൽസ് മാർബിൾ ആകാം, കാർഡ്ബോർഡ് ആകാം, ലെതർ, മെറ്റൽ, വുഡ് ഫെൽറ്റ്, കോർക്ക്, വാട്ട് എവർ ഇറ്റ് ബി, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ. മാർബിൾ, കാർഡ്ബോർഡ്, ലെതർ, മെറ്റൽ, വുഡ് ഫെൽറ്റ് ആൻഡ് കോർക്ക്. പിന്നെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അവിടെ പ്രസന്റേഷൻ, ഇൻട്രൊഡക്ഷൻ, കൺട്രോൾ ഓഫ് എറർ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന്റെ എയിം എന്താണ്, ഡയറക്റ്റ് ആയിട്ട് എന്താണ് എയിം കിട്ടുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് താഴേക്ക്. വേണമെങ്കിൽ ഇത് ഒന്ന് വായിക്കാം. ആരാ വായിക്കുക? thermic tablets getting തുടങ്ങിയിട്ട്. Thermic tablets, material, 8 tablets of the same size amounting to 4 pairs but differing in temperature. Example, marble, cardboard, leather, metal, wood felt and cork. Presentation, introduction. Invite the child to come and work with you. Bring him over to the shelf and show him the box with the thermic tablets. Give the child the name of the material and have him bring it over to the table. Have him place the box on the table and have him sit to your left. Ask the child to wash his hands before doing the exercise, as this will increase his sensitivity. Open the box and place the tablets in a mixed fashion. Encourage the child to close his eyes for this exercise. Take any tablet, feel it with the dominant hand. Transfer the tablet to the other hand and search for the pair. Continue doing so till all the tablets are matched. Control of error, the color of the tablets. ഇത് വായിക്കണം മാം. വായിച്ചോളൂ. Aims: direct, to develop the thermic sense. Indirect, language development. Language: cold, eye, warm and cool. Age of interest: 3 to 6 ആണോ മാം? 3 to 6 maybe. About 3 years നമുക്ക് പറയാം. Okay, about 3 years of age. ഓക്കെ, ഇതില് പറയുന്നത് കുട്ടിയെ ഈ എക്സസൈസ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് പറയുന്നുണ്ട്. ഈവൻ ഷെൽഫിൽ നിന്ന് കുട്ടി തന്നെയാണ് ആ യൂണിറ്റ് മുഴുവനായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. ആ ഒരു മെറ്റീരിയൽ മുഴുവനായിട്ട് എടുത്തിട്ട് വരുന്നത് കുട്ടി തന്നെയാണ്. ഈ തെർമിക് ടാബ്ലറ്റ്സ് അത് കൊണ്ടുവരും. ഡിഫറെന്റ് കളേഴ്സ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി നമ്മളുടെ ബോഡിയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. അപ്പൊ നല്ലതുപോലെ കൈ കഴുകി ഇത് ഡ്രൈ ആക്കി കഴിയുമ്പോഴേക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആയിട്ട് മാറും കൈകളിലുള്ളത്. എന്നിട്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാനായിട്ട് പറയുന്നത്. പിന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം.
പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ഡോമിനന്റ് ഹാൻഡ് ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കുറെ കുട്ടികളുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ. റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ആദ്യം ടാബ്ലറ്റ് റൈറ്റ് ഹാൻഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അത് പിന്നെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ചിട്ട്, ഡോമിനന്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ അങ്ങനെ വെച്ചു. ലെഫ്റ്റ് ഹാൻഡ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ള കുട്ടിയെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ടാബ്ലറ്റ് ലെഫ്റ്റിൽ വെച്ച് അത് അവനൊന്ന് ഫെമിലറൈസ് ചെയ്യുക. ബ്ലൈൻഡ് ഫോൾഡ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ കയ്യിൽ പിടിച്ചിട്ട് അത് മനസ്സിലാകും എന്താന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനെ ലെഫ്റ്റിലേക്ക് വെക്കും. നമുക്ക് ഇവിടെ 4 pairs ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, 8 tablets. ഓക്കെ, അതുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ അവരെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കാം. പിന്നെ കോൾഡ്, വാം അങ്ങനെയുള്ള ഫീലൊക്കെ വരും. സോ ദാറ്റ് മീൻസ് ആ ഒരു വേർഡ്സ് ഫെമിലറൈസ് ആവുന്നു. അപ്പൊ അവിടെ ലാംഗ്വേജ് ഫോർമേഷൻ ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്നത്. ഡയറക്ട്ലി എന്താണ് മനസ്സിലാക്കുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് മനസ്സിലാക്കുന്നത്. അതായത് അതാണ് എയിമില് വന്നിരിക്കുന്നത്. അതാണ് എയിം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് എന്താണ് കുട്ടിക്ക് മനസ്സിലാവുന്നത്? തെർമിക് സെൻസ്. ഇൻഡയറക്ട്ലി അവന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നു. കോൾഡ്, വാം, കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. ഓക്കെ, 3 years തുടങ്ങിയിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു ഇത് ചെയ്യിക്കാം. ഇനി ഇവിടെ നമ്മൾ തെർമിക് ടാബ്ലറ്റ്സ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ഇവിടെ തെർമിക് ബോട്ടിൽസ് പറയുന്നുണ്ട് കേട്ടോ. തെർമിക് ബോട്ടിൽസ് മെറ്റീരിയൽസ് 8 തെർമിക് ബോട്ടിൽസ് ഓഫ് സെയിം ടാബ്ലറ്റിന് പകരം ബോട്ടിൽസ്, മെറ്റൽ ബോട്ടിൽസ് ഉണ്ടാകാം. അപ്പൊ നമ്മൾക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് അല്ലേ, അതുപോലെ തന്നെ തെർമിക് ഫ്ലാസ്കുകൾ ഉണ്ടായിരിക്കും. സെയിം ടെമ്പറേച്ചർ ആൻഡ് ഡിഫറെന്റ് സെറ്റ്സ് ഫിൽഡ് വിത്ത് വാട്ടർ ഓഫ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. അങ്ങനെ പല ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ്സ്, അത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷനുള്ള വാട്ടർ ഫില്ല് ചെയ്ത് ടാബ്ലറ്റിന്റെ ടെമ്പറേച്ചർ മാറ്റും. ദ ടെമ്പറേച്ചർ ഓഫ് ഈച്ച് സെറ്റ് ഷുഡ് വേരി ബൈ, കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂട് 10 degrees Celsius, 17 degrees Celsius, 47 degrees Celsius. ബോട്ടിൽസ് ആർ പ്രിപ്പയർഡ് ഇൻ പെയർസ്. ഇതും പെയർ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് നേരത്തെ ടാബ്ലറ്റ്സ് 8 tablets ആയിരുന്നു, 4 pairs. അതുപോലെ തന്നെ 8 thermic bottles, 4 pairs. പല ടൈപ്പ് മെറ്റൽ ബോട്ടിൽസും എല്ലാം യൂസ് ചെയ്യുന്നു. അത് ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച്. ഇപ്പൊ നമുക്കറിയാം സ്റ്റീലിന്റെ ബോട്ടിൽ നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ അതിനകത്ത് നല്ല തിളച്ച വെള്ളം എടുത്ത് വെച്ചിരിക്കുവാണെങ്കിൽ കുറെ സമയം അതിന്റെ പുറത്ത് തൊടാൻ പറ്റില്ല. കുറെ കഴിഞ്ഞ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറായിട്ട് ഇത് അഡ്ജസ്റ്റഡ് ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ കുറെ വെള്ളം അതിൽ നിന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കുറെ വേപ്പറൈസ് ചെയ്ത് അതിന്റെ ആ ചൂട് കുറയും. അതിന്റെ ഏരിയ കുറഞ്ഞു കഴിയുമ്പോൾ വെള്ളത്തിന്റെ വോളിയം അതിനകത്ത് ബോട്ടിൽ കുറയുമ്പോൾ ചൂട് കുറയും. അപ്പൊ അങ്ങനെ കുട്ടികളെ നമുക്ക് ടെമ്പറേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാം. ആ രീതിയിൽ തെർമിക് ബോട്ടിൽസ് ചെയ്യാം. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ താഴെ പറയുന്നുണ്ട്. ചൂടുവെള്ളമാണ്, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ മനസ്സിലാക്കിക്കാം. ഗ്ലാസ് ബോട്ടിൽസിൽ ഇതുപോലെ തന്നെ ചൂടുവെള്ളം എടുക്കുമ്പോൾ അതും ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. ഡയറക്ട്ലി തിളച്ച വെള്ളമൊന്നും ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിക്കരുത്. നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫുൾ വാം വാട്ടർ ആയിരിക്കും നല്ലത്. അത് ബോയിൽഡ് ആകുമ്പോൾ അങ്ങനെ തിളപ്പിച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ ആ എക്സസൈസിന് അതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരു ഡെമോൺസ്ട്രേഷൻ പലതും പറയുന്നുണ്ട്. ഇപ്പൊ ഡെമോൺസ്ട്രേഷൻ 1 ആരെങ്കിലും ഒന്ന് വായിച്ചു. Yes. Demonstration 1. Familiarization exercise. Recognizing the disparate temperatures. Introduce the exercise to the child. Wash the child's hand with warm water to sensitize the child's hand. To begin, introduce only 3 temperatures: hot, cold, and warm. Fill the hot bottle with your hands around the bottles and allow the child to feel it. Continue with the rest of the bottles. ഓക്കെ, ഇപ്പൊ ഡിസ്പ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് കൈൻഡ്, പലതരത്തിലുള്ള ടെമ്പറേച്ചർ എന്നുള്ള മീനിങ് ആണ്. ഇത് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. കുട്ടിയുടെ കൈ വാം വാട്ടർ, പക്ഷെ വാം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭയങ്കര പൊള്ളുന്ന ചൂടല്ല, ആ രീതിയിൽ കൈ കഴുകുക. എന്നിട്ട് സെൻസിറ്റൈസ് ചെയ്യുക ഹാൻഡ്സ്. 3 temperatures ആണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഹോട്ട്, കോൾഡ്, വാം. നല്ല ചൂട്, തണുപ്പ്, ഐസ് വാട്ടർ യൂസ് ചെയ്യാലോ. വാം, ചെറിയ ചൂട്. ആദ്യം നമ്മൾ നോക്കണം, ചൂട് നമ്മൾ നോക്കിയിട്ടാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഫീൽ ചെയ്യിക്കുക. നല്ല ചൂടാണ്,
ചെറിയ കൈകളല്ലേ, വളരെ സെൻസിറ്റീവ് ആയിരിക്കും ചൂടിനോടൊക്കെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന ചൂടാണെന്ന് ഫസ്റ്റ് നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അത്രേ. സോ ഹോട്ട് വാട്ടർ ഇരിക്കുന്ന ബോട്ടിലാകുമ്പോൾ അവരൊന്ന് കോൺഷ്യസ് ആകും. അത് പതുക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടൊക്കെയാണ് അവർ അങ്ങനെ ബോട്ടിൽ എടുക്കുള്ളൂ. പിന്നെ ഡെമോൺസ്ട്രേഷൻ 2, ഇവിടെ ബോട്ടിൽസ് 4 പെയർസ് തന്നെ ഉണ്ടെന്നല്ലേ പറയുന്നത്. ഇവരെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഒരേ ചൂടുള്ള ബോട്ടിൽസ് അത് പെയർ ചെയ്യാനായിട്ട് ചെയ്യിക്കാം. ഡെമോൺസ്ട്രേഷൻ 2 ആരാ വായിക്കുക? ഞാൻ വായിക്കാം മാം. വായിക്കുന്നുണ്ടോ? മ്യൂട്ടാണോ? മ്യൂട്ടാണ്. ആരാ വായിക്കാന്ന് പറഞ്ഞേ? അൻസറാണ്. അനീജ അല്ലേ? അനീജി ആയിരുന്നോ? അനീജ ലെഫ്റ്റ് ആയാലോ? ഓക്കെ, സോ ഡെമോൺസ്ട്രേഷൻ 2 വേറെ ആരെങ്കിലും വായിച്ചോളൂ. ഞാൻ ഈ ചെയ്യുന്നത് കോള് വന്നതാണ് എനിക്ക്. തെർമിക് ബോട്ടിൽസ് പെയർ ചെയ്യുന്നതാണ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട്. ഞാൻ വായിക്കണോ? ഓക്കെ. Demonstration 2, pairing the thermic bottles wearing the blindfold. Introducing the introduce the exercise to the child. B, move the bottles from the tray. C, take bottle, hold it with both hands. Search for another bottle with the identical temperature. D, if the 2 bottles are of the same temperature, place them side by side over to the left. E, match the rest of the bottles. Yes. ഒരേ ടെമ്പറേച്ചറിലുള്ള ബോട്ടിൽസ് പെയർ ചെയ്യുന്നതാണ് ഇത്. ആദ്യം ഫുൾ അങ്ങനെ ബ്ലൈൻഡ് ഫോൾഡ് അല്ലേ, ഫുൾ ഇങ്ങനെ ബോട്ടിലിന്റെ മുഴുവൻ ഇങ്ങനെ ഫുൾ ടച്ച് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ നല്ലപോലെ ഫീൽ ചെയ്തതിന് ശേഷം വേണം അതിനെ പെയർ ചെയ്യുന്ന ബോട്ടില് കണ്ടുപിടിക്കാനായിട്ട്. ഒരേപോലെ കിട്ടുമ്പോൾ 2 ബോട്ടിലും ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വെച്ച് അടുത്ത ബോട്ടിൽസ് വീണ്ടും ഇതേപോലെ എക്സസൈസിനായിട്ട് എടുക്കുക. നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ 3. Child grades them according to the degree of temperature. ഇതിനകത്ത് നേരത്തെ 8 ബോട്ടിൽസ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ പകുതി ബോട്ടിൽസ് എടുത്തിട്ട് അതിന്റെ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ മനസ്സിലാക്കുന്നതാണ്. ഹോട്ട്, കോൾഡ്, വാം ആൻഡ് കൂൾ. ഓക്കെ, ഹോട്ട് നല്ല ചൂട്, വാം ചെറിയ ചൂട്, കോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, കൂൾ ജസ്റ്റ് തണുപ്പ്. ഓക്കെ, ഇതാരെ പറയും? അനീജ ജോയിൻ ആയെന്ന് തോന്നുന്നു. ഡെമോൺസ്ട്രേഷൻ 3 വായിക്കാം മാം. പെട്ടെന്ന് ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയിപ്പോയി ഫോൺ. ഓ, The child grades them according to the degree of temperature. First step, for this presentation, use only 4 bottles: hot, cold, warm, and cold. Second one, remove the 4 bottles from the tray and place them on the table in a mixed fashion. Then 3, fill the 4 bottles individually by holding them with both hands or against the cheek. The fourth one, identify the hottest and place it at the top center of the table. Fifth, identify the next hottest, place it beside the first one in a straight row. Continue as above till all 4 bottles have been graded. Rearrange and invite the child to do the exercise. Return the 4 bottles to the tray and place them on the shelf. ഓക്കെ, ഇവിടെ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ അത് മനസ്സിലാക്കുന്നു. ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് 4 ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട്, കോൾഡ്, വാം, കൂൾ. ആ രീതിയിലായിരിക്കും ഇതിന്റെ വാട്ടർ കണ്ടന്റ്. ഈ ട്രേയിൽ നിന്ന് 3 ബോട്ടിൽസ് പുറത്തേക്ക് എടുക്കുക, ടേബിളിൽ അതിനെ മിക്സ് ചെയ്ത് വെക്കുക. ഈ 4 ബോട്ടിൽസും ഇൻഡിവിജ്വലി ആയിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുക. കയ്യിൽ പിടിച്ച് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കാം ചീക്സിൽ. ഓക്കെ, അപ്പൊ ചീക്സിൽ വെച്ച് നോക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചൂടായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്.
ഇത് ഗ്രേഡിംഗ് വ്യത്യാസം. ഹോട്ടും വാമും തമ്മിൽ രണ്ടും കൂടെ നോക്കുമ്പോൾ ചൂട് കൂടിയതിനെ ഹോട്ട് എന്ന് പറയും, കുറഞ്ഞത് വാം. അത് കോൾഡും കൂളും അതുപോലെ തന്നെ ഇൻഡിവിജ്വലി നോക്കുന്നു. അതിനുശേഷം ഹോട്ടസ്റ്റിനെ ഏറ്റവും ആ ടേബിളിന്റെ സെന്ററിൽ ഏറ്റവും ടോപ്പിൽ വെക്കും. ഇനി അതിന്റെ അടുത്ത് വരുന്നത് ഞാൻ താഴെ, നെക്സ്റ്റ് ദ ഹോട്ടസ്റ്റ് അടുത്തത് വരും വാം ആയിട്ടുള്ളതിന് വെക്കും. അങ്ങനെ 4 ബോട്ടിൽസും. പിന്നെ കൂളാണ്, കോൾഡ് ആണ്, അങ്ങനെ 4 ടെമ്പറേച്ചർ ഇങ്ങനെ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഗ്രേഡിംഗ് അനുസരിച്ച് റീഅറേഞ്ച് ചെയ്യും. ഈ 4 ബോട്ടിൽസും അങ്ങനെ വെക്കും. ഇനി ഈ ബോട്ടിൽസിലെല്ലാം ഒരു കളർ കോഡ് പോലെയുണ്ട്. അപ്പൊ ഈ കളർ നോക്കിയിട്ട് അവർക്കത് മനസ്സിലാകും ബോട്ടിൽസിന്റെ രീതി. കളർ കൂടിയതിന് എനിക്കറിയില്ല എന്ത് കളറാന്നുള്ളത് എനിക്കറിയില്ല, റെഡ് എന്നോ ഹോട്ട് ചൂട് കൂടിയതിന് അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയായിരിക്കും കളർ കോഡിങ്. ഈ കളർ കോഡിങ് ഈ ബോട്ടിലിന്റെ ബോട്ടത്തിൽ കളർ കോഡിങ് ഉണ്ടായിരിക്കും. അത് കൺട്രോൾ ഓഫ് എറർ. നിങ്ങൾ പഠിക്കുമ്പോൾ ടാബ്ലറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബോട്ടിൽസ് ഒക്കെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കാം. അത് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന മെറ്റീരിയൽ ആണ്, ആണല്ലോ ബോട്ടില്. നമുക്ക് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള വെള്ളം അതിൽ ഫില്ല് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പിടിക്കാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുള്ള ബോട്ടിലായിരിക്കണം. ഭയങ്കര വലിയ ബോട്ടിൽസ് ഒന്നും വെക്കാതെ കുട്ടികൾക്ക് പിടിക്കാം. പിന്നെ അത് നല്ലപോലെ ക്ലോസ് ചെയ്യണം, വെള്ളം ലീക്ക് ആവാത്ത ടൈപ്പ് ബോട്ടിൽസ് ആവണം. ആ രീതിയിലുള്ള ബോട്ടിൽസ് വെച്ച് നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തെർമിക് സെൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ടെമ്പറേച്ചർ മനസ്സിലാക്കുകയാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ, അവര് ലാംഗ്വേജ് പഠിക്കുന്നു. ഹോട്ട്, ഹോട്ടസ്റ്റ്, കോൾഡ്, കൂൾ, വാം, അങ്ങനെയുള്ള രീതിയിൽ ലാംഗ്വേജ് പഠിക്കുന്നു. കമ്പയർ ചെയ്തുള്ള പല കാര്യങ്ങളും അവർ ത്രൂ അങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആകും. ഹോട്ട്, വാം, ടിപ്പിഡ്, കോൾഡ് ആൻഡ് ദെയർ കമ്പാരറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ്. അങ്ങനെ കമ്പയർ, ഹോട്ടസ്റ്റ്, അങ്ങനെ കോൾഡസ്റ്റ്, അങ്ങനെ ആ രീതിയിൽ ഭയങ്കര തണുപ്പ് ഒരുവിധം തണുപ്പ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഉള്ള രീതിയിൽ ഗ്രേഡിങ് അനുസരിച്ച് അതിന്റെ റേറ്റിംഗ്, ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ച് അവർ പഠിക്കുക. ഏജ് ഓഫ് ഇൻട്രസ്റ്റ് 3 years തുടങ്ങി 6 years ഒക്കെയാണ്. പക്ഷെ 6 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്ന രീതിയിലാണ് 3 to 4 years വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തെർമിക് ടാബ്ലറ്റ്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമിക് ബോട്ടിൽസിനും കൂടെ റെക്കോർഡിൽ എഴുതാം. എന്താ വേണ്ടേ? ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ട. എന്താണ് തെർമിക് ബോട്ടിൽസ് വേണമെങ്കിൽ എഴുതാം. ജസ്റ്റ് നമുക്ക് പിക്ചർ കിട്ടുമെന്ന് നോക്കട്ടെ തെർമിക് ബോട്ടിൽസിന്റെ. ബാക്കിയൊക്കെ നമ്മളുടെ ഉള്ളതൊക്കെ തന്നെയാണ് അതിനകത്ത്. തെർമിക് ബോട്ടിൽസ് കുട്ടിയുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കൊച്ചു ബോട്ടിലാണേ. പറ്റുന്നില്ലല്ലേ, ഇത് ഗ്ലെയർ അടിക്കുന്നു. പിന്നെ കാണാമോ എന്റെ ഗ്ലെയർ അടിച്ചിട്ട്? ചെറിയ ബോട്ടിൽ കണ്ടോ? കുട്ടി കൈ പിടിച്ച പിക്ചർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതുണ്ടോ? കയ്യിൽ ഒതുങ്ങണ ടൈപ്പ് കൊച്ചു ബോട്ടിലാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ കൊച്ചു ബോട്ടിൽസ് കിട്ടും. അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയുള്ള ബോട്ടിൽസ്, വലിയ ബോട്ടിലല്ല. ഭയങ്കര സീൽഡ് ആണ്, വെള്ളം പുറത്തേക്ക് പോവോ അങ്ങനെയൊന്നുമില്ല. ഈ എല്ലാ ഫിംഗേഴ്സും കൂടെ പിടിച്ചിട്ട് അവരത് പിടിക്കുന്നത്. ഇങ്ങനെ പിടിക്കില്ല, ഇങ്ങനെ തന്നെ പിടിക്കും. കാരണം ഫുൾ ഹാൻഡ് ഫുൾ ബോട്ടിലിൽ ഇരുന്നാലല്ലേ ടെമ്പറേച്ചർ നല്ലപോലെ മനസ്സിലാവുള്ളൂ. അവരുടെ ഫൈൻ ഈ ഒരു മസിൽസ് നല്ലപോലെ പ്രസ് ആവും, അതിന് കുറച്ചുകൂടി സ്ട്രോങ് ആവും. തെർമിക് ബോട്ടിൽസിനെ കുറിച്ച് എഴുതണോ? യെസ് മാം, എഴുതാം. ഓക്കെ, ഹെഡിങ് കൊടുത്തോളൂ തെർമിക് ബോട്ടിൽസ്. നമ്മളുടെ PDF ഒന്ന് ഷെയർ ചെയ്യാം. അത് പോയി ഡെമോൺസ്ട്രേഷൻ വേണ്ട, അത് PDF നോക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡെമോൺസ്ട്രേഷൻ ഡിപ്പെൻസ് നമ്മൾ ചെയ്യിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളൊക്കെ വരുത്താലോ.
മെറ്റീരിയൽ എന്താന്ന് മാത്രം എഴുതിയാൽ മതി. മാം ഇതൊരു ഹാഫ് പേജില് കൊള്ളുന്ന അത്ര ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ, അവരുടെ കയ്യിൽ പിടിക്കാവുന്ന അത്രേ ഉള്ളൂ. ഈ നമ്മള് ചെറിയ സ്പൈസസ് ഒക്കെ ഇടാനായിട്ട് ഇങ്ങനെ ബോട്ടിൽസ് അല്ല വാങ്ങില്ലേ? ബോട്ടിലല്ല മാം, ഞാൻ എഴുതാനുള്ളത് ഒരു ആ ഹാഫ് പേജ് ഉണ്ട്. നമ്മളുടെ ഇതിലുള്ളതല്ല, അതല്ലാതെ ഞാൻ എക്സ്ട്രാ ഞാൻ സെർച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ. ഈ അല്ല പേജിൽ തന്നെ വേറെ എഴുതണം. അതിലൊരു ഹാഫ് പേജ് ഉണ്ട്, അപ്പൊ അതിൽ എഴുതണം. പുതിയ അത് പേജ് മതിയാവും, എടുക്കണമെന്ന് അത്രേ അറിയാം. ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ. എഴുതിക്കോളൂ. തെർമിക് ബോട്ടിൽസ് ആർ thermic bottles are little glass bottles, little glass bottles. സ്പെല്ലിംഗ് സംശയമുള്ള സ്പെല്ലിംഗ്, ബുദ്ധിമുട്ടുള്ള വേർഡുകളില്ലല്ലോ. ലിറ്റിൽ ഗ്ലാസ് ബോട്ടിൽസ് filled up with water, ഫിൽഡ് അപ്പ് കഴിഞ്ഞ എന്താ മാം? filled up with 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 water of OF ആണ്, of different temperatures. ഇനി ബാക്കി നമ്മളുടെ PDF എഴുതണം. 8 there are തുടങ്ങിയിട്ട് എഴുതണം കേട്ടോ. there are നമ്മളെ ചേർക്കണം. there are 8 thermic bottles of 4 pairs. ആ രീതിയിൽ. ഇവിടെ മെറ്റൽ ബോട്ടിൽസ് ആണ് പറയുന്നത്, ബട്ട് ഗ്ലാസ് ബോട്ടിൽസ് ആണ് നമുക്ക് ശരിക്കും കാണിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. there are 8 thermic bottles of 4 pairs. അത്ര എഴുതിയാൽ മതി കേട്ടോ. 4 pairs എന്നുള്ളത് മാത്രം. ഗ്ലാസും യൂസ് ചെയ്യായിരിക്കും, മെറ്റൽ ബോട്ടിലും യൂസ് ചെയ്യാമായിരിക്കും. ഇവിടെ പിക്ചർ എല്ലാം കൂടുതലും ഗ്ലാസ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽസ് 8 ഉള്ളതുണ്ട്, മെറ്റൽ ബോട്ടിൽസ് 8 ഉള്ളതുണ്ട്. ഏതാണെങ്കിലും ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന വെള്ളത്തിന്റെ രീതികൾ സെയിം തന്നെ. നമ്മൾ ജനറലി there are 8 thermic bottles of 4 pairs എന്ന് എഴുതാം. അത്രയും എഴുതിയോ? അത്രയും കഴിഞ്ഞോ? ഇനി അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, എങ്ങനെയുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണ് ഓരോ ബോട്ടിലിനെയും വാട്ടറിനുള്ളതെന്നാണ് നെക്സ്റ്റ് എഴുതുന്നത്. 2 bottles are quite QUIT ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 2 bottles are quite hot, hot. 2 bottles are quite hot, 2 bottles are warm,
2 bottles are quite hot, 2 bottles are warm, comma, 2 bottles are tepid. Tepid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക് വാം, ചെറിയ ചൂട്, ഒരു മോഡറേറ്റ് വാം, അതാണ് tepid എന്ന് ഉദ്ദേശിക്കുന്നത്. TEPID. ഫസ്റ്റ് പറഞ്ഞത് 2 bottles are quite hot, 2 bottles are warm, 2 bottles are tepid, and 2 bottles are cold. മാം ഒന്ന് റിപ്പീറ്റ് ഒന്നുകൂടെ പറയുന്നത്. നമ്മൾ എഴുതിയത് ആദ്യം എഴുതിയത് എന്താന്ന് പറഞ്ഞിട്ടോ, thermic bottles are little glass bottles filled up with water of different temperatures. അത് കഴിഞ്ഞ് നമ്മളുടെ PDF വന്നു there are 8 thermic bottles of 4 pairs. ഇനി അതെങ്ങനെയാണെന്നാ പറയുന്നത്, 2 bottles are quite hot, 2 bottles are warm, 2 bottles are tepid, and 2 bottles are cold. അങ്ങനെ 8 എണ്ണം, 4 എന്നിട്ട് പെയർസ് ആയിട്ട്. അപ്പൊ കുട്ടികള് പെയറിനെ കണ്ടുപിടിക്കും. നല്ല ഹോട്ട് ആയിട്ടുള്ളത് 2 എണ്ണം ഉണ്ട്, വാം ചെറു ചൂട് ഒരു വാം വാട്ടർ എന്ന് പറയില്ലേ, അത് 2 ബോട്ടിൽസ് ഉണ്ട്, 2 ബോട്ടിൽസ് ഒരു ലൂക്ക് വാം വാട്ടർ, ചിലപ്പോ കുളിക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് തണുപ്പ് പോകുന്ന, വെള്ളത്തിന് തണുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ആ തണുപ്പ് മാറുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാനായിട്ട് തുടങ്ങി കുറെ അങ്ങ് മാറുമ്പോഴേക്കും എന്താ ചൂട്, അതായത് ചൂടുവെള്ളത്തിന്റെ അതിങ്ങനെ കുറച്ച് തണുപ്പിന്റെ അടുത്തേക്ക് ആക്കുമല്ലോ, കാരണം ഫുൾ അവർ ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം, ജസ്റ്റ് വെള്ളത്തിന്റെ തണുപ്പൊന്ന് മാറുന്ന രീതിയിൽ ചിലപ്പോ വെയിലത്ത് വെച്ചൊന്ന് ആക്കി ഒന്ന് വാട്ടിയെടുക്കുന്ന പോലെ ലൂക്ക് വാം വാട്ടർ, അതാണ് ചെപ്പിട്ട് വരുന്നത്. ആൻഡ് 2 bottles are cold. ഇതിനകത്ത് മെറ്റൽ ബോട്ടിൽസും പറയുന്നുണ്ട് കേട്ടോ. 4 പേഴ്സിൽ വരുന്ന മെറ്റൽ കണ്ടെയ്നേഴ്സും തെർമിക് ബോട്ടിൽസ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത്, അത് വേണമെങ്കിൽ അതിന്റെ കൂടെ തന്നെ എഴുതി വെച്ചോ. തെർമിക് ബോട്ടിൽസ് ആർ അവൈലബിൾ ഇൻ 4 pairs of metal containers. Thermic bottles are available in 4 4 pairs of metal containers. Metal containers. മതിയാകും. ഇപ്പൊ എത്രയായി? ഒരു ഹാഫ് പേജ് ആയോ? കൂടുതലൊന്നും ചെറിയൊരു പാരഗ്രാഫ് ആയിരുന്നു. അല്ലേ ഉള്ളൂ, കൂടുതലൊന്നും ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. അതിന്റെ എയിം ഒക്കെ നമ്മൾക്ക് അറിയാം, പിന്നെ ഡെമോൺസ്ട്രേഷൻ നമ്മളുടെ PDF-ലുണ്ട്. It helps the children to understand temperature gradients. ഇത്രയൊക്കെ മതിയാകും. അത് ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് സെന്റൻസ് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഓക്കെ,
ബാക്കി ഡെമോൺസ്ട്രേഷനിൽ അതെന്താണെന്നുള്ളത് എക്സ്പ്ലനേഷൻ ശരിക്കും കാണുന്നുണ്ട്. തേർമിക് ടാബ്ലറ്റ് എന്നോട് ഫോട്ടോ കാണിച്ചു തരാം. ടാബ്ലറ്റ്സ് ഒക്കെ ഇതിനകത്ത് 2 sets of 6 tablets ആയിരുന്നു. മീൻസ് നമ്മളിപ്പോ ഓരോരോ ഇയർ കഴിയുന്തോറും കൂടുതൽ അപ്ഡേഷൻ വന്നതുകൊണ്ടായിരിക്കാം അവിടെ 8 tablets 4 pairs എന്നുള്ള രീതിയിൽ വരുന്നത്. ഇവിടെ 2 sets of 6 tablets ആണ് വരുന്നത്. ഏതൊക്കെ മെറ്റീരിയൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ സൗണ്ട് സിലിണ്ടേഴ്സ്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. ഇത് സ്റ്റോപ്പ് ചെയ്യുവാണേ. Extra sound cylinders. Okay. നെക്സ്റ്റ് പേജില് കാരണം അതിന്റെ പിക്ചർ ഇച്ചിരി വലുതാ. സൗണ്ട് സിലിണ്ടേഴ്സും പ്രഷർ സിലിണ്ടേഴ്സും ഞാൻ ഒറ്റ പേജിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ പിക്ചറും ഒരു പേജിൽ തന്നെയാണ്. അതൊന്ന് കാണിച്ചു തരാം. സൗണ്ട് സിലിണ്ടേഴ്സും പ്രഷർ സിലിണ്ടറും ഈ ഒരു പേജിൽ തന്നെ എഴുതി. രണ്ടിന്റെയും പിക്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഒരു നോബ് പോലെ നമ്മുടെ പേനയുടെ നിപ്പ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പെന്നില്ലേ, ആ റീഫിന്റെ താഴേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ പല പ്രഷർ വരുന്ന ഒരു നോബുള്ള സിലിണ്ടേഴ്സ് ആണ് ഈ കാണുന്നത്. പ്രഷർ ഓരോന്നിനും കൊടുക്കേണ്ട പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. കുട്ടികളുടെ കുഞ്ഞ് തമ്പാവുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, അവര് പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ മസിൽസിനുള്ള മൂവ്മെന്റ്സ് എഴുതിക്കൊള്ളും. നിങ്ങളുടെ PDF ഒക്കെ ഞാനൊന്ന് നോക്കാം.
ഓക്കെ, സ്ക്രോൾ ചെയ്യാറായോ പോർഷൻ? ഇല്ല മാം ഇല്ല. കഴിഞ്ഞോ? Yes. എല്ലാരും കഴിഞ്ഞോ? നെഗറ്റീവിൽ ഒന്നുകൂടെ. യെസ് മാം എഴുതി കഴിഞ്ഞ്. നമുക്കത് എന്താണെന്ന് പറയാം. പിക്ചർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതാണ് സൗണ്ട് സിലിണ്ടേഴ്സ്. ഓക്കെ, അപ്പം സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതാണ്. സെയിം ഹൈറ്റും ഡയമീറ്ററും എല്ലാം വെയിറ്റും എല്ലാം വന്ന് സെയിം തന്നെയാണ്.
ഇതിന്റെ അകത്ത് നമ്മളെ ഇതിനകത്ത് ഇപ്പൊ പറയുന്നത് സോയിൽ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പല രീതിയിൽ ഭയങ്കര പഞ്ചസാര പോലത്തെ അത് നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ ഇങ്ങനെ കല്ലുകളുള്ളത് അവൈലബിൾ ആണ്. ചെറിയ ബേബി മെറ്റൽസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ ചില സ്റ്റോൺസ് ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്ത്, അതെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. എല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് ആ സൗണ്ട്സ് വെച്ചിട്ട് ഇപ്പൊ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ആയിരിക്കും കേട്ട്. ചിലതിനൊരു കിലും ആ ഒരു ഒച്ചയായിരിക്കും, ചിലത് കുറച്ചുകൂടെ ഒരു ഫ്രീക്വൻസി കൂടിയത്. അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾ അത് അറേഞ്ച് ചെയ്യിക്കും. അപ്പൊ ഇവരെ ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കുവാണെങ്കിൽ പെട്ടെന്ന് അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും. സൗണ്ട് മോഡുലേഷൻ അനുസരിച്ച് ഒരു ഡൗട്ട്. അല്ല, ഈ തേർഡ് ലൈനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന there is different soil particles are filled ആണോ, ഇത് അതെ. സോളിഡ് ആണോ? സോയിൽ പാർട്ടിക്കിൾസ് ഈ മണല് തന്നെ പല ലെവലിലുള്ളതുണ്ടല്ലോ ഇല്ലേ? Different texture. ഡിഫറെന്റ് ടെക്സ്റ്റ് ബീച്ച് സൈഡിലുണ്ട്. നമ്മള് വീടുകളില് ചിലപ്പം എന്താ പറയാ മുറ്റത്തൊക്കെ ഒരു ടോപ്പിംഗ് പോലെ ചെയ്യാൻ പണ്ട് ചരൽ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടില്ലായിരുന്നു? ഈ മണലരിച്ച് നല്ല തരി ഇത് ആയിട്ടുള്ള അരിച്ചു മാറ്റുമ്പോ കല്ലൊക്കെ അങ്ങനെ ഗ്രാനൂൾ പോലത്തെ കിട്ടും. അത് തന്നെ ചെറുത് അങ്ങനെയൊക്കെ കിട്ടില്ല. പിന്നെ ബേബി മെറ്റൽസും നമുക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. ബട്ട് ഡിഫറെന്റ് സോയിൽ പാർട്ടിക്കിൾസ് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണല്ലോ. നമുക്ക് വേണമെങ്കിൽ അരി അങ്ങനത്തെ സാധനം ഫില്ല് ചെയ്യാം കേട്ടോ. അരി ഇതൊന്നും ഫുഡിന്റെ ഇതായിട്ട് കളിക്കാൻ എടുക്കരുതെന്നൊക്കെ ചിലരിങ്ങനെ പറയും. പക്ഷെ വി ക്യാൻ യൂസ് ദാറ്റ്, പ്രോബ്ലം. ചെറിയ ബോട്ടിൽസ് അല്ലേ. അരിക്കൊക്കെ വേറൊരു ശബ്ദമായിരിക്കുമല്ലോ. അരി ഗോതമ്പൊക്കെ കിട്ടുവാണെങ്കിൽ ഫുൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഹോൾ ഇതായിട്ട് കിട്ടുവാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അവരുടെ ഓഡിറ്ററി സെൻസിന്റെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വിൽ ഗെറ്റ് ഇംപ്രൂവ്ഡ്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കാം, കോൺസെൻട്രേഷൻ ലെവൽ ഇവരുടെ കൂടും. പിന്നെ ഇമാജിനറി സ്കിൽസ്, പിന്നെ ഇവര് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യും. ഇതേ പല സൗണ്ട്സ് കിട്ടുമ്പോൾ അവരിങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ കൺട്രോൾ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാം. വോയിസ് സൗണ്ട് മോഡുലേഷൻ ഡിഫറെന്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഹാപ്പി. ഒരു ഹാപ്പി ലേണിംഗ് ആയിരിക്കും പോസിബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഞാൻ ഫൈൻ മോട്ടോ സ്കിൽന്ന് ഞാൻ എല്ലാം ഞങ്ങള് ക്ലാസ്സിൽ ഇരുന്ന സ്പീഡിലല്ലേ എഴുതുന്നേ. അപ്പോ എന്താ പറയാ ഷോർട്ട് ഫോംസ് അറിയാതെ ഉപയോഗിച്ചു പോകും. മോട്ടോ എന്നുള്ളതിന് മോട്ടോ എന്ന് എഴുതി വെക്കും. അങ്ങനെ എനിക്ക് കുറെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് എഴുതുമ്പോൾ മോട്ടർ എന്ന് തന്നെ എഴുതണേ. മോട്ടോ എന്ന് പറഞ്ഞ സ്ലോഗൻ അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. ഇതിനകത്തില്ല. നെക്സ്റ്റ് പ്രഷർ സിലിണ്ടറിൽ വരുന്നുണ്ട്. പ്രഷർ സിലിണ്ടർ ഒരു ചെറിയ പാരഗ്രാഫേ ഉള്ളൂ. അതും കൂടെ അങ്ങ് എഴുതിയിട്ട് ക്ലാസ് നിർത്തിയാൽ മതിയോ? 2 minutes 3 minutes അത്രേ എടുക്കുള്ളൂ. മതി മാം. അപ്പൊ ആ ഒരു പേജ് അങ്ങ് കഴിയുമല്ലോ. അത് അതിന്റെ പിക്ചർ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവാം. കണ്ടോ നോബ് ഇതിൽ പ്രസ് ചെയ്യുക ചെയ്യുന്നത്. ഇത് ശരിക്കും 6 പീസ് ബ്ലാക്ക് നോബും പിന്നെ ഈ ഒരു വുഡിന്റെ കളറിലെ നോബും വരുന്നത്. നല്ല ഫൈൻ വുഡ് പീസസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പ്രഷർ സിലിണ്ടേഴ്സ്. അത് കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം അതിന്റെ ഗ്രൂവ്സ് പോലെയുണ്ട്. ഇത് സെയിം, കാഴ്ചയിലെല്ലാം സെയിം തന്നെയാണ്. ബട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഡിഫറൻസ് അതാണ്. ഇവിടെ പ്രഷർ സിലിണ്ടേഴ്സ് ഹെഡിങ് എഴുതി ചെയ്തോളൂ. ഇവിടെ മോട്ടർന്ന് തിരുത്തി എഴുതണം കേട്ടോ. MOTOR പ്രഷർ സിലിണ്ടേഴ്സ്. ഞാൻ മിക്കടുത്ത് മോട്ടോ സ്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തോളണം. ബാക്കിയൊന്നും കുഴപ്പമില്ല, ഞാൻ വായിച്ചു നോക്കി. സോ ഇത് മതിയാവും ഇനഫ്. നമ്മളുടെ PDF ഉള്ളതും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ വായിച്ചാൽ മതി. സോ പ്രഷർ സിലിണ്ടേഴ്സ് എഴുതിക്കോളൂ.
ലാസ്റ്റ് എന്താ പറഞ്ഞ മാം? എവിടെയാ ഒരു മോട്ടോ സ്കിൽ, ലാസ്റ്റ് ആ മോട്ടോ സ്കിൽസ് ഡെവലപ്ഡ് എന്നുള്ളതാണ് മോട്ടോർ എന്നാക്കടെ, MOTO ആണ്. ഓക്കെ. കഴിഞ്ഞു. Yes, ma'am. Yes, ma'am. ഇപ്പൊ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അതിന്റെ സൈസും ഷേപ്പും എല്ലാം സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം ടോപ്പിലുള്ള പ്രസ് നോബ് ആണ്. അതിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെന്റ് പ്രഷർ ലെവൽസ് ആയിരിക്കും വരുന്നത്. പിക്ചർ ഒന്നാക്കി ഡിഫറെന്റ് പ്രഷർ ലെവൽസ് വരും. അപ്പൊ പ്രഷർ ലെവൽസ് വരുമ്പോൾ അവരുടെ ഒബ്സർവേഷനും കോൺസെൻട്രേഷനും വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾക്കാണെങ്കിലും വെറുതെ പേന ഇങ്ങനെ നമ്മൾ അതിന്റെ നോബ് പ്രസ് ചെയ്തോണ്ടിരിക്കില്ലേ, സോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക്. അതുപോലെ തന്നെ കുട്ടികളും സറൗണ്ടിങ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഒരു ബോട്ടിൽ അടച്ചു അതായത് പ്രസ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ഇവരത് കണക്ട് ചെയ്യും. മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയും ഓൾമോസ്റ്റ് കൊണ്ട് നമുക്ക് എഴുതാൻ. ഈ അരിത്തമെറ്റിക് ഏരിയ ഒക്കെ വരുമ്പോഴാണ് കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ട്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ ആ പിക്ചർ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ആ ഒരു സ്ട്രിപ്പ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ ഒരു സ്ട്രിപ്പ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രിപ്പിന്റെ അത് കിട്ടുവാണെങ്കിൽ മനസ്സിലാകും എങ്ങനെയാണ് ആഡ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അഡീഷൻ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കൺഫ്യൂഷൻ വരുന്നത്. സോ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എഴുതാം. ഓക്കെ, Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am.